പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ആത്മീയ മന്ദതയെക്കുറിച്ച് ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു. ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ വളരെ മോശമാണ്. വളരെ അപകടകരമായ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ലോകം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ലോകം ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ലോകം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തെ അറിയാത്ത ഒരു ജനതയെ പറഞ്ഞാണ്. ദൈവ മക്കളിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന ഒരു ജനതയെ അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത അവസ്ഥയെ പറയുന്നതാണ് ലോകം. ഈ ലോകത്തിന്റെ മക്കൾ എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ദൈവത്തെ അറിയാത്ത ജനതയെക്കുറിച്ചാണ്. ലോകം ഇങ്ങനെ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സഭ ഉറക്കത്തിലാണ്. സഭ എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടുന്നതാണ് സഭ. ദൈവമക്കൾ ഉൾപ്പെടുന്നതാണ് സഭ. വത്തിക്കാനിലെ പാപ്പ മുതൽ ഇവിടുത്തെ ഓരോ വിശ്വാസ സമൂഹവും ചേരുന്നതാണ് സഭ. സഭാ നേതൃത്വങ്ങൾ ഉണ്ട്. സഭാ നേതൃത്വത്തെക്കുറിച്ചല്ല പറയുന്നത്. സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരം തന്നെയാണ്. അപ്പോൾ ആ ശരീരത്തിലെ ഓരോ അവയവങ്ങളാണ് നമ്മളെല്ലാവരും, നാം ഉൾപ്പെടുന്ന ഈ സമൂഹം. സഭയെ പടുത്തുയർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളെ സഭയോട് ചേർത്ത് നിർത്തുക എന്നാണ്. വിശ്വാസ സമൂഹം ജാഗരൂകരായിരിക്കേണ്ട സമയത്ത് ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ മുഴുകിയിരിക്കുന്ന അവസ്ഥയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ വെളിപാടിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം ഒന്ന് വായിക്കാം. അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: സാർദീസിലെ സഭയ്ക്ക്. സാർദീസിലെ സഭയുടെ ദൂതന് എഴുതുക, ദൈവത്തിന്റെ സപ്ത ആത്മാക്കളും സപ്ത താരങ്ങളുമുള്ളവൻ പറയുന്നു. 7 ദാനങ്ങളുള്ളവൻ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു സാർദീസിലെ സഭയ്ക്ക്: നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു. ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത്, പക്ഷേ നീ മൃതനാണ്. ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. നീ ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് പറയുന്നത്, പക്ഷേ നീ മൃതനാണ്. ഓരോ വിശ്വാസിയും വായിച്ച് ധ്യാനിക്കേണ്ട ഒരു വചനം തന്നെയാണ്. നമ്മൾ പള്ളി പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്, കുർബാനയ്ക്ക് പോകുന്നുണ്ട്, യോഗങ്ങൾ കൂടുന്നുണ്ട്, മീറ്റിങ്ങുകൾ കൂടുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവവുമായി നമ്മൾ അടുത്താണോ എന്ന് ചിന്തിക്കണം. കൂദാശകളിലൂടെ നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ നാം നിർജീവമാക്കി വെച്ചിരിക്കുകയാണ്. വചനത്തിൽ പറയുന്നത് പോലെ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാതെ നമ്മൾ നിർജീവമാക്കി വെച്ചിരിക്കുകയാണ്. ആദിമസഭയിലെ ആളുകൾ കത്തി ജ്വലിച്ചു നിന്നതുപോലെ, ആത്മാവിൽ ജ്വലിച്ചു നിന്നതുപോലെ ഉള്ളൊരു ജ്വലനം ഈ തലമുറയ്ക്കില്ല. സാർദീസിലെ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇന്നും നമ്മോട് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ പലർക്കും സ്വകാര്യ വെളിപാടുകൾ പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. ചിലത് സഭ അംഗീകരിച്ച് ഉടനെ തന്നെ പുറത്തിറക്കും. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് നൽകിയിരിക്കുന്ന സ്വകാര്യ വെളിപാടുകൾ അത്തരത്തിലൊന്നാണ്. അത് സഭ പിന്നീട് അംഗീകരിക്കുകയും ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബുക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കരുണയുടെ അവസാന മണിക്കൂർ. കുറേ ആളുകൾക്ക് ഈ ബുക്ക് കിട്ടിയിട്ടുണ്ട്. മേഘാലയയിലെ ഷില്ലോങ്ങിലെ ജിങ്സ് കോർ എന്ന് പറഞ്ഞ സിസ്റ്ററിന് 2024 ഈശോ വെളിപ്പെടുത്തി കൊടുത്ത ഒരുപാട് കാര്യങ്ങൾ സിസ്റ്റർ എഴുതിയതാണ് ഈ ബുക്ക്. അത് അവിടുത്തെ രൂപത തന്നെ പഠിക്കുകയും സഭ തന്നെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടുത്തെ രൂപത തന്നെ പുറത്തിറക്കിയ പുസ്തകമാണ് കരുണയുടെ അവസാന മണിക്കൂർ. ഇതിന് 2 പാർട്ടുണ്ട്. സെക്കൻഡ് വോളിയത്തിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ പുറത്തിറങ്ങിയതേ ഉള്ളൂ. നമുക്ക് ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് കുറേ വീഡിയോ ചെയ്യാം. ഈ പുസ്തകത്തിൽ വായിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിലെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഈ പുസ്തകത്തിലും ഈശോ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ഞാനൊന്ന് വായിക്കാം. ഉറങ്ങുന്ന സഭയ്ക്കുള്ള മുന്നറിയിപ്പ്: എൻ്റെ സഭ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അത് ഇപ്പോഴും മയക്കത്തിലാണ്. എതിർ ക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയത്തേക്ക് സഭ ഒരുങ്ങിയിട്ടില്ല. എതിർ ക്രിസ്തുവിൻ്റെ പ്രഥമ ലക്ഷ്യം കത്തോലിക്ക സഭയാണ്. എൻ്റെ സഭയുടെ തലവന്മാരിൽ പകുതി പേരെയെങ്കിലും എന്നിൽ നിന്ന് അകറ്റുന്നത് വരെ അവൻ വിശ്രമിക്കുകയില്ല. അതുകൊണ്ട് എൻ്റെ ശരീരവും രക്തവും കൂദാശ ചെയ്യപ്പെടുന്നതിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. പരിശുദ്ധ കുർബാനയിലുള്ള എൻ്റെ സാന്നിധ്യത്തെ നിഷേധിക്കുന്ന തരത്തിൽ കൂദാശ വചനങ്ങൾ മാറ്റപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ദൈവിക വാഗ്ദാനത്തോട് ചേർന്ന് നിന്ന് അതിനെ പ്രതിരോധിക്കണം. ഇതാ, എൻ്റെ വിശുദ്ധ ശുശ്രൂഷകരിൽ അനേകർ ഇപ്പോൾ തന്നെ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തിലോ വിശ്വസിക്കുന്നില്ല. അവർ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ അംഗീകരിക്കുന്നില്ല.
ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് അവർ എല്ലാ പാപങ്ങളെയും നിസാരവൽക്കരിക്കുന്നു. യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. പരസ്യമായ പ്രാർത്ഥനകൾ നിരോധിക്കാനുള്ള പദ്ധതികൾ തുടങ്ങിക്കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ വിദ്യാലയങ്ങളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും പ്രാർത്ഥന നിരോധിക്കപ്പെടും. അവസാനം എനിക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് പോലും നിയമവിരുദ്ധമാക്കപ്പെടും. മനുഷ്യർ തമ്മിലുള്ള വെറുപ്പും ഉന്നത സ്ഥാനീയർക്ക് എന്നോടുള്ള വിദ്വേഷവും മൂലം അവർ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ എല്ലാ പരസ്യ പ്രകടനങ്ങളും നിരോധിക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നത് എന്തും ചെയ്യും. എൻ്റെ സഭയെ തകർക്കാനുള്ള ഈ കുടില പദ്ധതി കഴിഞ്ഞ 100 വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അത് കൂടുതൽ രൂക്ഷമായിരിക്കുന്നു. ഞാനും എൻ്റെ മാതാവും ദൈവം തിരഞ്ഞെടുത്ത ദർശകർക്ക് പ്രത്യക്ഷപ്പെട്ടത് ഈ കാലത്തിലേക്ക് വേണ്ടി ആത്മാക്കളെ ഒരുക്കാനായിരുന്നു. ദൈവവചനത്തിൻ്റെ സത്യം എന്തെന്നും വഞ്ചകൻ്റെ പ്രവർത്തികളെ എങ്ങനെ തിരിച്ചറിയണമെന്നും മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ കരുത്താർജിക്കും. ദൈവത്തിൽ നിന്നല്ലാത്തവർ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന നുണകൾ സ്വീകരിക്കാതെ ദൈവവചനത്തോട് വിശ്വസ്തരായി നിലനിൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ സഭയിലെ വൈദികർ പെട്ടെന്ന് തന്നെ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. അതിൻ്റെ അർത്ഥം അവർക്ക് എൻ്റെ വചനം ഉയർത്തിപ്പിടിക്കാൻ വളരെയേറെ ക്ലേശിക്കേണ്ടി വരും എന്നാണ്. എൻ്റെ വചനത്തിൻ്റെ കാവൽക്കാരൻ എന്ന നിലയിൽ അവർ എന്നോട് വിശ്വസ്തരായി തുടരാൻ വേണ്ടി ഒരുങ്ങണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നാരകീയ സിദ്ധാന്തങ്ങളെ ആശ്ലേഷിച്ചതിന് അവർ കുറ്റക്കാരാകും. അപ്പോൾ അവർ എൻ്റെ പിതാവിൻ്റെ ക്രോധം എന്നാൽ എന്താണെന്ന് നേരിട്ട് അനുഭവിക്കും. എല്ലാവരും എന്നോട് കരുണയാചിക്കണം എന്ന കാര്യം ഓർക്കുക. മനുഷ്യവംശത്തിൻ്റെ നാശത്തിനായി നടത്തപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും ഓർത്ത് എൻ്റെ കരുണ യാചിക്കണം. ഈ സമയത്ത് അതികഠിനമായി സഹിക്കേണ്ടി വരുന്ന കത്തോലിക്ക സഭയിലെ പൗരോഹിത്യത്തെ ഓർത്ത് ഞാനും എൻ്റെ അമ്മയും സങ്കട കണ്ണീർ പൊഴിക്കുന്നു. എൻ്റെ ഈ വിശുദ്ധരായ ശുശ്രൂഷകർ ദിശ നഷ്ടപ്പെട്ട് അലഞ്ഞു തിരിയുകയും തടസ്സങ്ങളിൽപ്പെട്ട് ഉഴലുകയും ചെയ്യുന്നു. എന്നോട് കൂറ് പുലർത്തുമ്പോൾ അവർ മറ്റുള്ളവരുടെ പാപങ്ങൾ ഹേതുവായി പീഡിപ്പിക്കപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നു. ഫ്രീമസോൺ സംഘങ്ങൾ മൂലമുണ്ടാകുന്ന ഭിന്നതകൾ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്നവയാണ്. നിഷ്കളങ്കരായ വ്യക്തികളുടെ മേൽ ചിലർ നടത്തുന്ന അതിക്രമങ്ങളുടെ പാപം എൻ്റെ സഭയിലെ നിയമങ്ങൾ മാറ്റുന്നതിനുള്ള ഒരു കാരണമായി ഉപയോഗിക്കുന്നു. ഉടൻ തന്നെ ഉയർന്നു വരാനിരിക്കുന്ന പുതിയ സഭ എനിക്ക് സ്വീകാര്യമായ ഒരു സഭയായിരിക്കില്ല. അത് പരിശുദ്ധ കുർബാനയിലുള്ള യഥാർത്ഥ സാന്നിധ്യത്തെ ഇല്ലാതാക്കുകയും അങ്ങനെ കുരിശുമരണത്തിൻ്റെ വേദന ഞാൻ ഒരിക്കൽ കൂടി അനുഭവിക്കുകയും ചെയ്യും. ഈ സമ്മാനം ലോകത്തിന് നൽകാനായി ഞാൻ സഹിച്ച ത്യാഗങ്ങൾ അവഗണിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്യും. അവർ പരിശുദ്ധ കുർബാനയ്ക്ക് ഒരു പുതിയ വ്യാഖ്യാനം നൽകുകയും അതിൽ എൻ്റെ സാന്നിധ്യത്തെ ഏറ്റുപറയാതിരിക്കുകയും ചെയ്യും. ജീവൻ്റെ അപ്പം മൃതമായി തീരും. എൻ്റെ യഥാർത്ഥ ശരീരവും രക്തവും കൊണ്ട് ദൈവമക്കൾക്ക് പോഷണം ലഭിക്കാതെയാകും. എൻ്റെ സാന്നിധ്യവും എന്നെ സ്വീകരിക്കുന്നവരുടെ മേൽ ഞാൻ ചൊരിയുന്ന കൃപകളും ലഭിക്കുകയാൽ അവരുടെ ആത്മാക്കൾ ശൂന്യവും ഊശ്വരവുമായി തീരും. എൻ്റെ ദിവ്യകാരുണ്യത്തിന് പ്രതിരോധം തീർക്കേണ്ടത് വൈദികരുടെ കടമയായിരുന്നുവല്ലോ. ഉറങ്ങുന്ന സഭയ്ക്കുള്ള മുന്നറിയിപ്പാണ്. വിശുദ്ധ ബലിയൊക്കെ നിർത്തലാക്കപ്പെടാൻ പോകുന്ന കാലഘട്ടം വരുവാണ്. അപ്പോൾ ഈ സമയത്തും വിശുദ്ധ ബലിക്ക് പ്രാധാന്യം കൊടുക്കാതെ വിശുദ്ധ ബലി സമയത്ത് പുറത്തു നിൽക്കുന്ന ആൾക്കാരെ എന്തു പറയാനാ? കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കാൻ കിട്ടുന്ന സമയം അതിനായി വിനിയോഗിക്കുക. എതിർ ക്രിസ്തു ലോകത്തിലേക്ക് എൻ്റർ ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. എതിർ ക്രിസ്തുവിൻ്റെ വരവിനെ പ്രതിരോധിക്കാനുള്ള മുന്നൊരുക്കങ്ങളൊന്നും സഭ ഇതുവരെ നടത്തിയിട്ടില്ല. സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളും അതിനായി ഒരുങ്ങിയിട്ടില്ല. ഇപ്പോഴും അവർ സ്വന്തം ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. പല ആളുകളും ആത്മരക്ഷയെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അവരുടെ മനസ്സിനെയൊക്കെ സാത്താൻ ബ്ലൈൻഡ് ആക്കിയിരിക്കുകയാണ്. ലോകത്തിൻ്റെ അവസ്ഥയിൽ പോകാനാണ് പല ആളുകൾക്കും താല്പര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നും ഇതുവരെയും സഭയിലുള്ള മക്കൾ ഒരുങ്ങിയിട്ടില്ല. അതിനെയാണ് സഭ ഒരുങ്ങിയിട്ടില്ലെന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.